ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ റീസെൻ്റായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് ക്യാബ് സ്റ്റുഡൻസ് ഇൻ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലൻഡിലെ ക്യാബ് നഴ്സസിൻ്റെ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒത്തിരി കമൻറ്റ്സ്, ഒത്തിരി ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നും ക്യാബ് ചെയ്യാനായിട്ട് വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ കൺസേൺസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, അതായത് ഇവിടുത്തെ ജോലിയുടെ സാധ്യതകളെക്കുറിച്ചും എല്ലാം അവരവിടെ അറിയുമ്പോൾ ജോലി കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഉള്ള അവരുടെ ഉത്കണ്ഠകളാണ് അവരത് കൂടുതലും കൺസേൺസ് ആയിട്ട് നമ്മുടെ കമൻ്റായിട്ട് അറിയിച്ചത്, ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനുള്ള കുറച്ച് റിപ്ലൈസ്, അതിന് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എൻ്റെ കോളേജിൽ എനിക്ക് എത്ര വീക്സ് ആയിരുന്നു ക്യാപ്പിൻ്റെ കോഴ്സ് എന്നുള്ളത്. എനിക്ക് 1 മന്ത് പ്ലേസ്മെൻ്റ് ആയിരുന്നു ന്യൂസിലാൻഡിൽ. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ തിയറിപ്പെട്ട് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നിട്ട് 1 മന്ത് എനിക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഒരു ഏജ്ഡ് കെയർ ഹോമിൽ വെച്ചിട്ടായിരുന്നു 1 മന്ത് പ്ലേസ്മെൻറ്റ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൽ MSc ഡിഗ്രി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നമ്മുടെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ്, ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ കേട്ടിട്ടുള്ളിടത്തോളം വെച്ചിട്ട് മെൻ്റൽ ഹെൽത്ത്, അതായത് ഞാൻ ക്യാപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെയുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും പറയുന്നത് കേട്ടത്, മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിന് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ സൈക്കാട്രിക് എക്സ്പീരിയൻസ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിന് ഇവിടെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒന്നാണത്, ജോലി സാധ്യതയുള്ളൊരു മേഖലയാണത്. ബട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നൊരു ഒരു മേഖലയാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും, നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒത്തിരി മെൻ്റൽ ഹെൽത്ത് നഴ്സുമാരുടെ വേക്കൻസീസ് കാണാറുണ്ട്. പക്ഷേ അതിൽ കൂടുതലും നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു പോസ്റ്റാണ്. കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സ് എന്നുള്ളൊരു പോസ്റ്റാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ക്വയറിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് അതെടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആനുവൽ പ്രാക്ടീസ് ആൻഡ് സർട്ടിഫിക്കറ്റ്, അതായത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ എന്നുള്ള രജിസ്ട്രേഷൻ, ആനുവൽ പ്രാക്ടീസ് ആൻഡ് സർട്ടിഫിക്കറ്റ് വേണം. ദെൻ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലിനിക്കൽ മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ്. വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കൂടുതലും ഇവിടെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ, നമുക്ക് ഇവർ പോസ്റ്റ് ഗ്രാജുവേറ്റ്, കൂടുതലും ഒത്തിരി ആൾക്കാർ മെൻ്റൽ ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നല്ല ജോലി സാധ്യത ഒത്തിരി കൂടുതലാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ് എബിലിറ്റി ടു ഡ്രൈവ് എ കാർ ഫോർ എ കമ്മ്യൂണിറ്റി ടീംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ കറൻറ്റ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു വർക്ക് ദ ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആസ് വെൽ ആസ് ദ കമ്മ്യൂണിറ്റി സെറ്റിങ്സ് ടു. അതായത് അവർ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റി സെറ്റിങ്സിലും അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഐ തിങ്ക് ഹോം വിസിറ്റ് അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിറ്റി സെറ്റിങ്സിലും പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ളതായിട്ടും ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ളതുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് അവർ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിൻ്റെയും പോസ്റ്റിംഗ് അവർ ഇതിട്ടിരിക്കുന്നതിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു റിക്വയർമെൻ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സിൽ അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില ഇതിൻ്റെ അകത്ത് അവർ വെച്ചിരിക്കുന്നത്, ഒന്നെങ്കിൽ ന്യൂസിലൻഡ് സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ്, അതായത് ന്യൂസിലൻഡ് റെസിഡൻസി വേണം, പെർമനൻറ്റ് റെസിഡൻസി വേണം, അല്ലെങ്കിൽ വാലിഡ് വർക്ക് വിസ വേണം.
ഇത്രയും കാര്യങ്ങൾ അവരതിൽ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിലെ എന്താ പറയുക, മിക്ക ജോബ്സിൻ്റെയും, അതായത് ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിൻ്റെ മാത്രമല്ല, ഒരുവിധം കുറേ ജോലികൾക്കൊക്കെ നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റിലെയും രജിസ്റ്റേർഡ് നഴ്സസിൻ്റെയൊക്കെ എല്ലാ വേക്കൻസിയിലും കുറേ എണ്ണത്തിലൊക്കെ ന്യൂസിലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ച ഒന്നാണ് OT, ഒരു കമൻ്റ് ആയിരുന്നു. OTയിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഞാനും ഒരു ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫാണ്. അതായത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വേക്കൻസികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ന്യൂസിലൻഡിൽ. ഇപ്പോൾ ടെഫാറ്റോറയുടെ സൈറ്റിലാണെങ്കിൽ പോലും, ഗവൺമെൻറ് സൈറ്റിലാണെങ്കിലും OT വേക്കൻസീസ് കിടക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിലും OTയുടെ വേക്കൻസീസ് കിടക്കുന്നുണ്ട്. ബട്ട് എവിടെ നിന്നും നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ല. പിന്നെ കുറേ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ പറയുന്നത് അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ന്യൂസിലൻഡ് സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ വാലിഡ് വർക്ക് വിസ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ന്യൂസിലൻഡ് റെസിഡൻസി അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അവർ റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈവൻ കെയർ ഹോംസിൽ പോലും ഓരോ കെയർ ഹോമിലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിലും ഇതുപോലെ അവർ വിസയുടെ ഇത് വരുമ്പോൾ ന്യൂസിലൻഡ് റെസിഡൻസി വേണം, അതുപോലെ തന്നെ ന്യൂസിലൻഡ് സിറ്റിസൺ, അങ്ങനെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്നത് വിസിറ്റർ വിസയിലാണ്. നമുക്ക് വിസ വേണമെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് സ്പോൺസർ ചെയ്യണം, നമുക്ക് വർക്ക് വിസ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇങ്ങനൊരു റിക്വയർമെൻറ്റ് അവർ വെക്കുമ്പോൾ അത് നമുക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജോലി കിട്ടാനായിട്ട്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വെക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും മെറ്റ് ചെയ്യുന്ന ഒരാൾ അവർക്ക് അവൈലബിലിറ്റി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും, നമുക്ക് ചിലപ്പോൾ ആ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അപ്ലൈ ചെയ്യുക. എല്ലാം റിജക്ഷൻ വന്നാൽ പോലും ഒരു റിജക്ഷൻ വരുമെന്നല്ലേ ഉള്ളൂ, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ പറയുന്ന ഇവർ ടെഫാറ്റോറയുടെ സൈറ്റിലാണെങ്കിലും എല്ലായിടത്തും കുറച്ച് നാളത്തേക്ക് ഇവർ റിക്വയർമെൻറ്റ്സ് ഫ്രീസ് ചെയ്ത് വെച്ചു. അതും വരുന്ന ഒത്തിരി താമസമില്ലാതെ തന്നെ അതും മാറുമായിരിക്കും, ഒരു ഷോർട്ട് ടൈം പീരീഡ് പ്രോബ്ലം ആയിരിക്കണം ഇത്. സോ അത് മാറാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെയുള്ളൊരു കമൻ്റ് ആയിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും, അതായത് ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്തില്ലേ, ഓസ്ട്രേലിയയിൽ നിന്നും ഇൻ്റർവ്യൂസ് വരുന്നില്ല എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു ഒത്തിരി ആപ്ലിക്കൻസ് അവർക്കുണ്ട്. ഇവിടെ നിന്നും എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിൽ ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരുവിധം APC കിട്ടി അഫർ കിട്ടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഓസ്ട്രേലിയക്ക് മിക്കവരും തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്കും അത്യാവശ്യം ടൈറ്റായി തുടങ്ങി. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കുണ്ട് റിക്വയർമെൻറ്റ്സ്, അവരും ഓഫർ വേണമെന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ അവർ പറയുന്നതാണ് ഓസ്ട്രേലിയൻ വിസയുണ്ടോ, നമുക്കവിടെ PR ഉണ്ടോ എന്നുള്ള അവർക്ക് വർക്ക് വിസ, അതായത് നമുക്കവിടെ വർക്ക് പെർമിറ്റ്, വർക്ക് ചെയ്യാനുള്ള വിസയുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും നമുക്കൊരു സ്പോൺസർഷിപ്പ്, അതായത് നമുക്ക് വിസ സ്പോൺസർ ചെയ്യാനായിട്ടുള്ളൊരു പ്രശ്നമാണ് എല്ലായിടത്തും വരുന്നത്. ബട്ട് ഓസ്ട്രേലിയക്ക് ഇവിടെ നിന്ന് എനിക്കറിയാവുന്ന ഇവിടെ ക്യാപ്പ് കഴിഞ്ഞവർക്കൊക്കെ നമ്മുടെ കൂടെ എനിക്ക് മുമ്പുണ്ടായിരുന്ന ബാച്ചിൽ ഇവിടെ നിന്ന് അവർക്കൊക്കെ നമുക്ക് ഓസ്ട്രേലിയക്ക് ജോലി കിട്ടിയവരെ നമുക്കറിയാം, ജോലി കിട്ടുന്നുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ കൂടുതലും ഉൾപ്രദേശങ്ങൾ, റീജിയണൽ ഏരിയാസിലേക്കൊക്കെയാണ്, അത് കെയർ ഹോംസിലേക്കൊക്കെ ജോലി കിട്ടുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ UK റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന പോലെ ഏജൻസികൾ നമ്മുടെ ഓസ്ട്രേലിയക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അവർ ഏജൻസി ത്രൂ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്ത് പോകുന്നവരുണ്ട്, ഏജൻസി വഴിയാണെങ്കിലും. അതുപോലെ തന്നെ ഒരു ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് അവർ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെയാണ് വിടുന്നത്. സോ അതായത് UK നിന്നും അയർലൻഡിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെയാണ് ചില ഏജൻസീസ് നോക്കുന്നത്. ചില ഏജൻസീസ് ഫ്രഷേഴ്സിനെയും, നമ്മുടെ ന്യൂസിലൻഡിൽ നിന്ന് ക്യാപ്പ് കഴിഞ്ഞ ഫ്രഷേഴ്സിനെയും ഇൻ്റർവ്യൂസ് കൊടുക്കുന്നവരുണ്ട്. സോ
ഓസ്ട്രേലിയയിൽ നമുക്കൊരു ചാൻസ് ഉണ്ട്, ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ഇതുപോലെ സ്പോൺസർ വിസയുണ്ടോ, നമുക്ക് PR ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അവിടെ ജോലി കിട്ടുന്നുണ്ട്. സോ നമുക്ക് പ്രതീക്ഷ കൈവിടാതെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓഫർ കിട്ടിക്കഴിയുമ്പോൾ കുറേ സീക്ക് അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഒത്തിരി വേക്കൻസീസൊക്കെ കാണാൻ പറ്റും. സോ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ വന്നൊരു കമൻറ്റാണ് APCയെ കുറിച്ചിട്ട്. അത് APC എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓഫറൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് കമൻറ്റ് ഇട്ടത് നാട്ടിൽ നിന്നും ക്യാമ്പയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓസ്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സിനാണ് സംശയം വരുന്നത്. APC നമുക്ക് ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡൊമൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കോളേജിൽ വൺസ് സബ്മിഷൻ ആയി കഴിയുമ്പോൾ കോളേജിൽ നിന്നാണ് ആ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ നഴ്സിംഗ് കൗൺസിലിലേക്ക് അവർ സെൻഡ് ചെയ്യുന്നത്. നഴ്സിംഗ് കൗൺസിലിലേക്ക് വൺസ് സെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കോളേജിൻ്റെ സൈഡിൽ നിന്നൊരു മെയിൽ വന്നിരുന്നു. ദെൻ നഴ്സിംഗ് കൗൺസിൽ അത് റിസീവ് ആയി കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് കൗൺസിലിൽ നിന്നും എനിക്കൊരു മെയിൽ വന്നിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഇതിനൊരു വന്ന മെയിലുണ്ടായിരുന്നു 4 to 6 വീക്ക് ടൈം എടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് APC എനിക്ക് തോന്നുന്നു 4 വീക്കിൽ കിട്ടി. ബട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനെ നമ്മുടെ കൂടെ ക്യാപ്പ് ചെയ്തവർക്കൊക്കെ ആണെങ്കിലും 1.5 month 6 വീക്കൊക്കെ എടുത്തവരുണ്ട്. നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ 10 daysനുള്ളിലൊക്കെ APC കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 4 to 6 വീക്ക്, അത് ഡിപ്പെൻസ് ഓൺ, എനിക്ക് തോന്നുന്നു അതിന് ചിലപ്പോൾ മാറാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇപ്പോൾ 4 to 6 വീക്കൊക്കെ ടൈം എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ കിട്ടാനായിട്ട്. 4 to 6 വീക്ക് എടുക്കുന്നുണ്ട്. പിന്നെ APC എന്ന് പറയുമ്പോൾ നമുക്ക് 4 to 6 വീക്ക് കഴിയുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ ഒരു മെയിൽ വന്നായിരുന്നു. ആ മെയിലിൽ അവർ കറക്റ്റായിട്ട് നമുക്ക് APCക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതെല്ലാം അവർ പറയും. അപ്പോൾ സോ ലിങ്കിൽ കയറിയിട്ട് നമ്മളത് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അന്ന് തന്നെ APC നമുക്ക് കിട്ടും. സോ വൺസ് നമുക്ക് APC കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഓഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഓഫർ. അതുപോലെ തന്നെ വന്നൊരു ക്വയറി ആയിരുന്നു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം വന്നായിരുന്നു. അതിപ്പോൾ എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കാണുമല്ലോ എല്ലായിടത്തും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കറിയാവുന്ന ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ജോലി കിട്ടാതിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവർ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടത്താത്തത് കൊണ്ടായിരിക്കണം. അതായത് ഒത്തിരി ജോലി അത് ആ ഒരു ഫ്രീസിങ് ടൈം അത് മാറിക്കഴിയുമ്പോഴേക്കും റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്കൊരു പ്രയോറിറ്റി ഉണ്ടാകുമല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് ആ സമയത്ത് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയുള്ള ഒന്നാണ് ക്യാപ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന ഒരു കാര്യം പറയുന്നത്. ക്യാപ്പ് കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ക്യാമ്പ് വൺസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. ക്യാപ്പ് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്നാണ് ഡോക്യുമെൻറ്റ്സ് അയക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. APC ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം. ആഫ്ര രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം. സോ നമുക്ക് ക്യാപ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഇഷ്യൂസ് ഇല്ലായിരിക്കണം. കാരണം നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിലും ഓൺലൈൻ വഴി ജോബ് അപ്ലൈ ചെയ്യാം. നാട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് നാട്ടിൽ നിന്നും ജോലി റിസൈൻ ചെയ്യാതെ വരാനുള്ളൊരു ഇതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നാട്ടിൽ ജോലിയുള്ളവർ അല്ലെങ്കിൽ ഓവർസീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ജോലി റിസൈൻ ചെയ്യാതെ, ഇപ്പോൾ ക്യാപ് പ്രോഗ്രാം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ തീരുമല്ലോ. ബട്ട് ഇനി ഓസ്കി എന്ന് പറയുമ്പോൾ ഓസ്കി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ ഓവർസീസിലൊക്കെ നല്ല ജോലിയുള്ള നല്ല സാലറി ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് റിസൈൻ ചെയ്യാതെ വന്ന് അവർക്ക് ഓസ്കി അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയി അവിടുന്ന് വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ ജോലിക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ആണെങ്കിലും ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ സോ നാട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രശ്നമില്ല. അതുപോലെ തന്നെ അത് ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു ജോലി സെക്യൂർ ആയിട്ടുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസും നമ്മൾ വീക്കിലിയാണ് ഇവിടെ റെൻറ്റ് വരുന്നത്. റെൻറ്റും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴേക്കും അത് വളരെ ഒരു ആശ്വാസമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു
കമൻറ്റ് വന്നതായിരുന്നു. ഈവൻ കേസ് മാനേജർ അസൈൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ക്യാപ് ലെറ്റർ അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടുമെന്നുള്ളത്. അത് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ കേസ് മാനേജറാണ്. അതായത് എനിക്ക് തോന്നുന്നു യൂഷ്വലി ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിലൊക്കെ കിട്ടുമായിരിക്കണം. എനിക്ക് എൻ്റെ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കേസ് മാനേജറിനനുസരിച്ചാണ്. നമ്മുടെ കേസ് മാനേജർ നമ്മുടെ എല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത്, അതായത് എനിക്ക് 2 ക്വയറീസ് വന്നിരുന്നു. അതായത് എന്നോട് ചോദിച്ചത് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ലാസ്റ്റ് 7 ഇയേഴ്സിൽ എവിടെയാണ് സ്റ്റേ ചെയ്തത്, അങ്ങനെയുള്ള ക്വയറീസ്. അപ്പോൾ അവർക്ക് അതിൽ എന്തെങ്കിലും അവർ എവാലുവേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും ക്വയറീസ് നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം, അതാണ് ഞാൻ പറഞ്ഞത്, അക്കോർഡിംഗ് ടു കേസ് മാനേജറാണ് നമുക്ക് നമ്മുടെ ഡിസിഷൻ ലെറ്റർ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക, എല്ലാവർക്കും ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നവർ ചോദിക്കുന്ന ഒരു ഉത്കണ്ഠയുള്ളൊരു കാര്യമാണ്. ക്യാപ്പിൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു, അഡ്മിഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്, എന്ത് ചെയ്യണം? അങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ എന്താ പറയുക, നമുക്ക് എന്താ പറയണമെന്ന് പോലും അറിയത്തില്ല. കാരണം ചിലർ ജോലി റിസൈൻ ചെയ്ത് OET പഠിക്കാൻ വേണ്ടി OET പഠിച്ച് എക്സാം എഴുതിയെടുത്ത് ചിലർ ഇൻഡിവിജ്വൽ പേപ്പർ, അതായത് ന്യൂസിലൻഡിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് OETയുടെ പേപ്പേഴ്സ് എഴുതിയെടുക്കാം. അപ്പോൾ മൊഡ്യൂൾസ് ഇൻഡിവിജ്വലായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് എഴുതിയെടുത്ത് ന്യൂസിലൻഡിലെ സ്കോറ് കിട്ടി CGFNS പ്രോസസ്സിങ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവരുടെ സമയവും അവരുടെ പൈസയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത്രയും യൂട്ടിലൈസ് ചെയ്ത് അവർ ഈ ഒരു ഫൈനൽ, അതായത് എന്താ പറയുക, DL എന്നുള്ള ഒരു ഫൈനൽ ഒരു സ്റ്റേജ് വരെ വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അഡ്മിഷൻ വരെ വന്നു കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. കാരണം അവരുടെ അത്രയും സമയവും മണിയും എല്ലാം ഒരു ഇതാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ABC കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ചെയ്യാം, ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ജോലി കിട്ടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്നും നമ്മുടെ കൂടെ ക്യാപ്പ് ചെയ്തവർക്കും ഇവിടെ നമ്മുടെ കൂടെ ഉള്ളവർക്കും അറിയുന്നവർക്കും ആർക്കും ഇതൊരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ പോലും ആർക്കും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്ക് കുറച്ച് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്ക് പോലും എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ 45 മിനിറ്റ്സോളം അവർക്ക് ഇൻ്റർവ്യൂ എടുത്തു. പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതുപോലെ തന്നെ ചില കുട്ടികളെ ഞാൻ കമൻറ്റിലൊക്കെ കണ്ടിരുന്നു, എന്താ പറയുക, അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വിസ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവിടുത്തെ ഒരു സിറ്റിസണിന് കൊടുത്തു എന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മാറാം. കാരണം ഇപ്പോൾ ഇവരിത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാറാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പിന്നെയും റിക്രൂട്ട്മെൻറ്റ്സ് വരെ നമുക്ക് ജോലി കിട്ടാനുള്ള, അത് നിങ്ങളിവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കണം അവസ്ഥ എന്ന് ചിലപ്പോൾ ഇത് മാറാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇനി വരാനിരിക്കുന്നവരോട് നമുക്ക് വരണ്ട എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യാം. സോ നിങ്ങൾ നന്നായിട്ട് തിങ്ക് ചെയ്ത് നല്ലൊരു ചോയ്സ്, നല്ലൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എൻ്റെ കമൻസിൽ വന്ന ഒരുവിധം എല്ലാത്തിനും തന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാം. ഇവിടെ വർക്ക് ചെയ്യുന്നവർ അതിനെക്കുറിച്ച് അറിയാവുന്നത് ആരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.